നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. അറസ്റ്റ് എന്ന പ്രഹസനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അറസ്റ്റ് പ്രഹസനമാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തതിനാണ് ഇന്നലെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് തെളിവെടുപ്പിനായി പോലീസ് രാഹുൽ ഈശ്വറിനെയും കൂട്ടി രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാധ്യമങ്ങളെയെല്ലാം പോലീസ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും രാഹുൽ ഈശ്വർ വിളിച്ചു പറഞ്ഞത് പോലീസിന്റെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യരുത് എന്നായിരുന്നു. രാഹുൽ ഈശ്വർ പറഞ്ഞത് ഞാൻ അത് തുടർന്നുകൊണ്ടിരിക്കും, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്നാണ് പറഞ്ഞത്. അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം പാലക്കാടിന്റെ നിലവിലെ MLA ആയ രാഹുൽ മാങ്കൂട്ടം ഇന്ന് വരെ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഒരു കോടതിയും തെളിയിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല അയാൾ ഒരു കുറ്റാരോപിതൻ മാത്രമായി നിലനിൽക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇവിടെ വലിയ പ്രശ്നമുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. അത് നിയമപ്രകാരമായിട്ട് അതിന് യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളും നിലനിൽക്കുന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ പ്രധാനമായ ഒരു കേസ് വരുന്നത് രാഹുൽ ഈശ്വറിനെതിരെ എടുത്ത കേസ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ പേരും ചിത്രവും വെളിപ്പെടുത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ, രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരിക്കലും ആ പെൺകുട്ടിയുടെ പേരും ചിത്രവും വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ആ 12-13 വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി ആ പെൺകുട്ടിയുടെ പേരും ചിത്രവും വെളിപ്പെടുത്തി എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ വരുമ്പോഴും അതിന്റെ ഒരു കുറ്റം, അതിന്റെ ഒരു ശിക്ഷ വരുന്നത് 7 വർഷത്തിന് താഴെയുള്ള ഒരു ജയിൽവാസമാണ്. അപ്പോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് 7 വർഷത്തിന് മുകളിലുള്ള കേസുകൾക്കാണ്. അതായത് 7 വർഷത്തിന് തടവ് വരുന്ന, 7 വർഷത്തിനേക്കാൾ മേലെ തടവ് വരുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് മാത്രമാണ് ജാമ്യം നിഷേധിക്കേണ്ടതുള്ളൂ. 7 വർഷത്തിന് താഴെ വരുന്ന ശിക്ഷകൾക്ക് തീർച്ചയായും കോടതികൾക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ് എന്നതാണ്. ഇനി മേലിൽ ആവർത്തിക്കില്ല ഇത്തരം കേസുകൾ എന്ന ഒരു കോടതിയുടെ നിയന്ത്രണത്തിൽ ആ പ്രതിക്ക് ജാമ്യം അനുവദിക്കാവുന്നതാണ് എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന രീതിയിലുള്ള കേസുകൾ. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തിക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങളില്ല. അദ്ദേഹത്തിന് ഡെഫിനറ്റ്ലി ജാമ്യം കിട്ടും എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പൊ വെളിപ്പെടുത്തിയാൽ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന 7 വർഷത്തിന് താഴെ വരുന്ന തടവ് ശിക്ഷയാണ് അനുഭവിക്കുക. അപ്പൊ അങ്ങനെയുള്ള കേസിന് ഡെഫിനറ്റ്ലി അത് ജാമ്യം കിട്ടും എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. പറയുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ 1-ാം പ്രതി ചേർത്തിട്ടുള്ള രഞ്ജിത പുളിക്കൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകയാണ്. അതുപോലെ തന്നെ ദീപ ജോസഫ് എന്ന ഒരു അഡ്വക്കേറ്റിനെയാണ്. ഇവർ രണ്ടും സ്ത്രീകളാണ്. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീനെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും കേസ് ചാർജ് ചെയ്യപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഇനി പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതകരമായി തോന്നുന്നത് ശ്രീ സന്ദീപ് വാര്യരുടെ അറസ്റ്റ്, അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് മേലെ വന്നിട്ടുള്ള കേസുകളാണ്. വല്ലാത്തൊരു പ്രഹസനം എന്ന് തന്നെ അതിനെ പറയേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കല്യാണത്തിന് അദ്ദേഹം പോയി, ആ കല്യാണത്തിന് ആ ദമ്പതികൾക്ക് ആശംസ അർപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഈ പോസ്റ്റ് ഈ ദമ്പതികൾ ആരായാലും, ചെക്കനാണെങ്കിലും പെണ്ണാണെങ്കിലോ, അവര് പിന്നീട് ഒരിക്കൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു, അതിന് ഈ പോസ്റ്റ് കാരണമായി, ഇത് പബ്ലിഷ് ചെയ്യാൻ കാരണമായി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? എവിടെയാണ് ആ കേസ് നിലനിൽക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിനോട് ഒരു മാധ്യമ പ്രവർത്തക ലക്ഷ്മി പ്രഭാനോ, അങ്ങനെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തകയാണ്. അവര് മലയാള ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവര് സന്ദീപ് വാര്യരെ വിളിച്ചു പറയുന്നു, നിങ്ങൾ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം, അത് ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് സന്ദീപ് വാര്യരെ വിളിച്ചു പറയുന്നു. ആ നിമിഷം തന്നെ അദ്ദേഹം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വാളിൽ കിടക്കുന്ന ഒരു ഫോട്ടോ മറ്റൊരു വ്യക്തി പറയുന്നു, ഇത് ചേട്ടനൊന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡിലീറ്റ് ചെയ്യുന്നു. അത്രയും നല്ല കാര്യം അദ്ദേഹം ചെയ്തിട്ട് അദ്ദേഹത്തിനെ പോലും ഇനി അറസ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ ഓരോ വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾ ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരാൾക്കും അയാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ആരെയും അധിക്ഷേപിക്കാതെ, അപകീർത്തിപ്പെടുത്താതെ ഒരു കാര്യം ഏതൊരു പ്ലാറ്റ്ഫോമിലൂടെയും പറയാവുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ
നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഏതായിട്ടുള്ള ഓരോ കാര്യത്തിനോടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ഈ നാട്ടിലെ സ്വാതന്ത്ര്യം അനുവദിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം തന്നെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യേണ്ട ആളുകളാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത്. തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കുറ്റമാണ് എന്ന് പറയുന്നതല്ല ശരി, തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ശരി എന്നുള്ളതാണ്. എന്തായാലും ശരിയും തെറ്റൊക്കെ ആപേക്ഷികമാണ് എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. എന്നാലും രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് തീർത്തും പ്രഹസനമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കിട്ടാതിരിക്കാനുള്ള യാതൊരുവിധ വകുപ്പുകളും ഈ പറഞ്ഞ കേസിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. ജയ് ഹിന്ദ്.